Subscribe now and press the bell icon. Never miss an update. അപ്പോൾ നമുക്ക് അടുത്ത ചെയ്യാൻ പോകുന്നത് സാംസങ് A310 ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന സെറ്റ്. ഇതിൻ്റെ പ്രശ്നം ചാർജിങ് ആണ്. ചാർജിങ്ങിൻ്റെ പിന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഇതിന് പിന്ന് ഒടിഞ്ഞു പോയതാണ്. ഇല്ല, പിന്നെ ഇതിനകത്ത് ഇല്ല. സോ നമുക്ക് അഴിക്കണം. ബാക്കിലെ ഗ്ലാസ് ആണ് ഫസ്റ്റ് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഡിസസംബ്ലി ആണ്. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ സ്ക്രീൻ സെപ്പറേറ്ററി വെച്ചിട്ട് ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി തിന്നർ യൂസ് ചെയ്തിട്ട് നമ്മൾ ബാക്ക് ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പോവുക. വളരെ കെയർഫുൾ ആയിരിക്കണം. ഗമ്മ് മൊത്തം പൊളിഞ്ഞിട്ടുണ്ട്. ഈ ഗമ്മിൻ്റെ പിടുത്തമാണ് ഇതിനകത്ത് വരുന്നത്. അതിനാണ് നമ്മൾ തിന്നർ യൂസ് ചെയ്ത് ഓവർ ഹീറ്റ് ചെയ്യാതെ നമുക്ക് എടുക്കാനാണ് നോക്കിയത്. ഇനി നമുക്ക് സ്ക്രൂ അതുപോലെ തന്നെ സ്ക്രൂ എടുത്ത് റിമൂവ് ചെയ്യാം. വളരെ സാവധാനം ചെയ്താൽ മതിയാവും. മൊബൈലിൻ്റെ വർക്കുകളൊക്കെ വലിയ ടെൻഷൻ അടിച്ചിട്ടോ വലിയ സ്പീഡിലോ എക്സ്പീരിയൻസ് കൂടിയിട്ടോ ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. വളരെ കെയർഫുള്ളായിട്ട് ഓരോ മൊബൈലും ഓരോ എക്സ്പീരിയൻസാണ് തരുന്നത് ഓരോ പ്രാവശ്യവും. അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് മനസ്സിലാക്കി വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ സ്ക്രൂ ഒക്കെ അഴിച്ചിട്ടുണ്ട്. ഇതിനെ അഴിക്കണമെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഇത്തിരി തിന്നർ ഇട്ട് കൊടുക്കാം. ഫ്രണ്ട് ഡിസ്പ്ലേ ഫുൾ സെറ്റായിട്ടല്ല വരുന്നത്. അതായത് ബാറ്ററിയിൽ നൈസായിട്ടും തള്ളി കൊടുത്താൽ മതി. തിന്നർ ഇട്ടിട്ട് തള്ളി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ കണ്ടോ. അപ്പോൾ നമ്മൾ സെറ്റ് പുറത്തെടുത്തു. നമ്മളിങ്ങനെ ഒരു ഷീൽഡ് എടുത്തിട്ട് ഇതിന് സ്ട്രിപ്പ് പൊക്കിയിട്ട് ഇതിന് അടിയിൽ കയറ്റി വെച്ചിട്ട് കണക്ടർ മാത്രമായിട്ട് മാറാൻ. കണക്ടറിൻ്റെ ലെഗ് ഗമ്മഡാണ്. അപ്പം അയൺ യൂസ് ചെയ്തിട്ട് ഗമ്മ് റിമൂവ് ചെയ്യാം. ഇപ്പം നമ്മൾ കണക്ടർ റിമൂവ് ചെയ്യുക. കണക്ടർ റിമൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് കണക്ടർ
റൗണ്ടുള്ള അല്ലാത്ത കണക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കണക്ടർ വയ്ക്കാം. കണക്ടർ മാറി. ഓക്കെ, ഞാൻ 2 കണക്ടർ മാറി വെച്ചു, ശരിയായില്ല. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കണക്ടർ. ഇതെടുത്തു. ഇതിന് പകരം ഈ നടുക്കത്തെ കണക്ടർ ഇട്ടാൽ മതിയോ? ഓക്കെ, കണക്ടർ നമ്മൾ ഇട്ടു. ഇപ്പം നമ്മൾ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഈ ഷീൽഡ്, ഈ സ്ട്രിപ്പില്ലേ, ഈ സ്ട്രിപ്പ് ബോർഡ് സെപ്പറേറ്റ് എടുക്കാൻ പറ്റത്തില്ല. എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്പ്ലേ ഫ്രണ്ട് അഴിക്കണം. അതിന് പകരം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഒരു ഷീൽഡ് എടുത്തിട്ട് നമ്മൾ കട്ടർ വെച്ചിട്ട് ഈ എഡ്ജ് നോക്കുക ഇങ്ങനെ. അതായത് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ എളുപ്പം ആ രീതിയിൽ നോക്കുക. നൂത്തിട്ട് കാണിച്ചു തരാം. ഇത് ഇതാ ഇടയിൽ കൂടെ കയറ്റിയിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ ട്യൂസറോ എന്തെങ്കിലും കയറ്റിയിട്ട് നൈസായിട്ട് ഇതിൻ്റെ അടിയിൽ ശകലം കയറ്റി വയ്ക്കണം. എന്നിട്ട് ഇവിടുത്തെ താഴെ ഒരു സ്വിച്ച് ഉണ്ട്, അത് പോവാത്ത രീതിയിൽ കയറ്റി വയ്ക്കുക. മനസ്സിലായില്ലേ? അത് ഏത് സെറ്റ് ഇൻബിൽട്ട് ആയാലും അങ്ങനെ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാറ്ററി ചൂട് വരാതിരിക്കാനെ കൊണ്ട് എന്തെങ്കിലും ഒരു പാക്കിംഗ് കൊടുക്കണം. ഞാൻ ജസ്റ്റ് ഇത് കൊടുത്തിട്ടുള്ളൂ, അങ്ങോട്ട് ചൂട് പോവാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. താഴെ ബോർഡിൽ ഹീറ്റ് വരാത്ത രീതിയിൽ, സ്വിച്ച് പോവാത്ത രീതിയിലൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഈ മെത്തേഡ് നല്ലതാണ്, ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, മലയാളം മനസ്സിലാകാത്ത ഫ്രണ്ട്സ് ഉണ്ട്, എനിക്കറിയാം. അപ്പോൾ നമുക്ക് ചാർജ് കണക്ട് ചെയ്ത് നോക്കാം. ചാർജിങ് സിമ്പിൾ കാണിച്ചിട്ടുണ്ട്, അറിയില്ല. ഓക്കെ, 0. അപ്പോൾ ബാറ്ററി 0 ആണ്. അപ്പോൾ എത്ര കയറുന്നതെന്ന് നമുക്ക് അപ്പാവുന്നുണ്ടോ എന്ന് നോക്കാം. ചാർജിങ് അപ്പാവുന്നോന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ എത്ര ശതമാനം ആയെന്ന് നോക്കാം. 41% ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, എന്തായാലും നമ്മൾ ഇത് ഫിക്സ് ചെയ്തു, CC മാറി. നമുക്കിനി റിട്ടേൺ സെറ്റ് ചെയ്യണം. ഇത് നമ്മളിപ്പോൾ റിട്ടേൺ അതിനകത്ത് വെച്ചു. ഇത് ആദ്യമായിട്ട് അഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തതുപോലെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സ്ക്രൂ ഏത് പൊസിഷനിൽ വെക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് സർവീസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഗ്ലാസ് ലെവൽ ചെയ്യണം. ഈ സെറ്റൊക്കെ അടിക്കുമ്പോൾ ഇതിൻ്റെ ഗ്ലാസ്, ഇപ്പം ഈ പ്ലാസ്റ്റിക് നമ്മുടെ ഇന്ന് സംഭവിച്ചതാണ്. അപ്പോൾ അത് ഈ ഗമ്മ് ആവശ്യം ഉള്ളിടം വെച്ചിട്ട് ബാക്കി ഈ ഇളവിയത് പീൽ ചെയ്ത് കട്ട് ചെയ്ത് കളയാം. നമുക്ക് ഗമ്മ് ഇട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ ചാർജിങ് കണക്ട് ചെയ്തിട്ടെ.
ഓക്കെ. നമ്മുടെ ഈ അധസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നൈസായിട്ട് ഇട്ടാൽ മതി, കാരണം ഇത് ക്ലിയറാണ്. ഈ ബ്ലാക്ക് ഗം മാക്സിമം അവോയ്ഡ് ചെയ്യണം കേട്ടോ. ബ്ലാക്ക് ഗം അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്ററാണ്, ടെക്നീഷ്യൻസിന്. നമ്മൾ ഫോണൊന്ന് ഓണാക്കിയിട്ടേ ചെക്ക് ചെയ്യാം. വീഡിയോയിൽ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കണ്ടില്ലേ, നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ഓരോ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ചാർജ് കയറുന്നുണ്ട്, 42% ചാർജിങ് സിമ്പിൾ കാണുന്നുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെ നമസ്കാരം.